നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു നാലാളെ, വാപ്പിയും ഉമ്മയൊക്കെ ആണെങ്കിൽ നാലൊന്നും വേണ്ട, ഒരു നല്ല മനുഷ്യനെ കിട്ടിയാൽ മതി നമുക്ക്. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നമ്മളെ ഖാദർ ഹാജി മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ നാട്ടുകാർ പറയും, ആ ജുമാക്ക് നേരത്തെ വരുന്ന മനുഷ്യനല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ വിലാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ നഫീസ ഹജ്ജുമ മരിച്ചു, ഉസ്താമാർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് എന്തൊരു താല്പര്യം എന്നറിയാം ആ താത്താക്ക് കട. നമ്മളെ കരീം ഹാജി മരണപ്പെട്ടു, അല്ലോ എപ്പോഴും പള്ളിയിലുണ്ടാകുന്ന മനുഷ്യനല്ലേ കണ്ട. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ വിലാസം നമ്മളെ കുറിച്ച് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നാട്ടുകാരെന്താ മുമ്പനെ കുറിച്ച് പറയുന്നത് എന്നൊന്ന് നോക്കൂ. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ, അയാൾ ജീവിച്ചതിനനുസരിച്ച് സ്വർഗവും നരകവും കിട്ടുമെന്നല്ലാതെ. അപ്പോഴാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ നിലപാടങ്ങ് പറഞ്ഞു കൊടുക്കണത്, ഒരു മയ്യത്തിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ മയ്യത്തിനെ കുറിച്ച് 4 മുഅ്മിനീങ്ങൾ നല്ലത് പറഞ്ഞാൽ വജബത് ലഹുൽ ജന്ന, ആ മയ്യത്തിന് അല്ലാഹു സ്വർഗം ഷുറാക്കിയിരിക്കുന്നു. നല്ലത് പറയണം നമ്മളെ കുറിച്ച്.